ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജോമെട്രിക്കൽ ഡിസൈൻ ഓഫ് ഹൈവേസ് ആണ് നോക്കുന്നത്. അപ്പോൾ ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേ എന്ന് പറയുന്നത് നമ്മളൊരു റോഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെ വിസിബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പറ്റി നോക്കുന്നതിനെയാണ് നമ്മൾ ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ് എന്ന് പറയുന്നത്. അപ്പോൾ വിസിബിൾ ഫീച്ചേഴ്സിനകത്ത് വരുന്നത് ഒന്ന് അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷനുകൾ വരും, അതായത് അതിൻ്റെ വീതി, അതുപോലെ നീളം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പരിഗണിക്കുന്നതാണ് ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ് എന്ന് പറയുന്നത്. അപ്പോൾ ജോമെട്രിക് ഡിസൈനിൽ നമ്മൾ ആദ്യം നോക്കുന്നത് റോഡിൻ്റെ സ്ട്രക്ചറാണ്. റോഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഏതൊരു ഡിസൈൻ എടുക്കുന്നത് പോലെ, ഏതൊരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത് പോലെ തന്നെ റോഡും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം, അതുപോലെ ഡിസൈനും ഉണ്ടായിരിക്കണം. അപ്പോൾ റോഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ റോഡിൻ്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് 4 കമ്പോണൻസുകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ വരുന്നത് ഒന്നാണ് സബ്സോയിൽ, അതുപോലെ തന്നെ സബ് ഗ്രേഡ്, അതുപോലെ ബേസ്, അതുപോലെ സർഫസിങ്. ഈ 4 ആയിട്ടാണ് റോഡിൻ്റെ സ്ട്രക്ചറിനെ തിരിച്ചിരിക്കുന്നത്. ആദ്യം സബ്സോയിൽ എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു ഗ്രൗണ്ട് ലെവൽ, ഇതൊരു റോഡിൻ്റെ നിർമ്മിക്കുന്നതിൻ്റെ ഗ്രൗണ്ട് ലെവലാണെങ്കിൽ ഇതിന് താഴെയായിട്ട് വരുന്ന ഈ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേര് സബ്സോയിൽ. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഈ ഗ്രൗണ്ട് ലെവലിന് താഴെയായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ സബ്സോയിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സബ്സോയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സബ്സോയിൽ വളരെ സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ തന്നെ സ്റ്റേബിളും ആയിരിക്കണം. വളരെ സ്ട്രോങ്ങും സ്റ്റേബിളും ആയിരിക്കണം. ഇത് ഒന്നി നാച്ചുറൽ ആയിട്ടുള്ള സോയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സോയിലും ആവാം. ഇതാണ് സബ് സോയിൽ എന്ന് വിളിക്കുന്നത്. ഇനി ഈ സബ് സോയിലിന് മുകളിൽ വരുന്ന ഭാഗമാണ് സബ് ഗ്രേഡ് എന്ന് വിളിക്കുന്നത്. ഈ സബ് സോയിലിന് മുകളിലുള്ള ഈ ഭാഗത്തിനെ നമുക്ക് സബ് ഗ്രേഡ് എന്ന് വിളിക്കാം. ഈ സബ് ഗ്രേഡിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ റോഡിൻ്റെ സർഫസിനെയും അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ലോഡിനെ താങ്ങുന്നത് ഈ സബ് ഗ്രേഡാണ്. സബ് ഗ്രേഡ് എപ്പോഴും വളരെ സ്റ്റേബിളും സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം. ഈ സബ് ഗ്രേഡ് എത്രത്തോളം ഡ്രൈയും സ്റ്റേബിളായിട്ടിരിക്കുന്നോ അത്രത്തോളം ആയിരിക്കും റോഡിൻ്റെ ലൈഫും വരുന്നത്. ഈ സബ് ഗ്രേഡ് ഒന്നീ ഗ്രൗണ്ട് ലെവലിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിന് മുകളിലോ ഗ്രൗണ്ട് ലെവലിന് താഴെയോ ആയിട്ട് സബ് ഗ്രേഡ് വരാം. അടുത്തതായിട്ട് ഈ സബ് ഗ്രേഡിന് മുകളിലായിട്ട് വേറൊരു ലെയർ വരുന്നുണ്ട്. ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫൗണ്ടേഷൻ എന്നും വിളിക്കും. ബേസ് നമുക്ക് പ്രധാനമായിട്ട് 2 ലെയറുകളായിട്ട് വേണമെങ്കിൽ നിർമ്മിക്കാൻ പറ്റും. അതിൽ ഏറ്റവും താഴത്തെ ലെയറിനെ നമ്മൾ സബ് ബേസ് എന്നാണ് വിളിക്കുന്നത്. ഈ ബേസ് എപ്പോഴും വളരെ സ്ട്രോങ് ആയിരിക്കണം, അതുപോലെ ട്രാഫിക് ലോഡുകൾ നല്ല രീതിയിൽ ക്യാരി ചെയ്യാൻ കഴിയണം. ബേസിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സർഫസിലുണ്ടാകുന്ന ട്രാഫിക് ലോഡിനെ സബ് ഗ്രേഡിലോട്ടും അവിടെ നിന്ന് സബ് സോയിലോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിന് കൃത്യമായി നല്ലൊരു തിക്നെസ് ഉണ്ടായിരിക്കണം. ഈ തിക്നെസ്, നല്ല രീതിയിലുള്ള തിക്നെസ് വെച്ച് മാത്രമേ നമുക്ക് ഈ സർഫസുമായിട്ട് നല്ലൊരു ബോണ്ട് ബേസിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഏറ്റവും അവസാനത്തെ ലെയറാണ് സർഫസിങ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ലെയർ. ഈ ലെയറാണ് നേരിട്ട് ട്രാഫിക് ലോഡിനെ നേരിട്ട് ബിയർ ചെയ്യുന്ന ലെയറാണ് ഈ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറായ സർഫസിങ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇംപർവിയസ് ആയിരിക്കണം. അതായത് മഴയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ മഴവെള്ളമൊന്നും ഇതിനെ തുളച്ച് താഴോട്ട് വരാൻ പാടില്ല. ഇതാണ് ഈ ബേസിനെയും സബ് ഗ്രേഡിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നതാണ് ഈ സർഫസിങ് എന്ന് പറയുന്നത്. ഈ സർഫസിങ്ങിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ച് ഇതിനകത്തൂടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സബ് ഗ്രേഡിനെയും ബേസിനെയും എല്ലാം നശിപ്പിക്കും. അപ്പോൾ സർഫസിങ് ആണ് ഇതിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർഫസിങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലൊരു കാരണം ഇത് ഇംപർവിയസ് ആയിരിക്കണം, മഴവെള്ളമൊന്നും ഇതിനകത്തൂടെ ഇറങ്ങാൻ പാടില്ല, അതുപോലെ നോൺ സ്ലിപ്പർനെസ് ആയിരിക്കണം, അത് തെന്നിപ്പോവാൻ പാടില്ല.
അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ് സർഫസ് ഇത് ഉണ്ടാക്കിയെടുക്കും. അതുപോലെ വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കണം സർഫസിങ് നടത്താനുള്ളത്. അപ്പോൾ ഇത് ഇത്രയുമാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു റോഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സബ് സോയിൽ, സബ് ഗ്രേഡ്, ബേസ്, സർഫസിങ്, ഇത് ഇത്രയും ചേർന്നതാണ് റോഡിൻ്റെ സ്ട്രക്ചർ. ഇനി ജോമെട്രിക് ഡിസൈനിൽ അടുത്തത് വിഡ്ത്ത് ഓഫ് പേയ്മെൻ്റ് ആണ്. നമ്മളൊരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ആ റോഡ് സിംഗിൾ ലെയിനാണോ അല്ലെങ്കിൽ ഡബിൾ ലെയിനാണോ എന്നത് നോക്കിയിട്ടായിരിക്കും നമ്മളൊരു റോഡിൻ്റെ വിഡ്ത്ത് എത്രയാണെന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സിംഗിൾ ലൈൻ റോഡാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഒരു സിംഗിൾ ലൈൻ റോഡ് കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത് കൺസിഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് IRC ചില റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്, ചില സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടുണ്ട്. IRC എന്ന് പറയുന്നത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് എന്താണെന്ന് മുമ്പുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. IRCയുടെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് നമ്മളൊരു റോഡിൻ്റെ വിഡ്ത്ത് തീരുമാനിക്കുന്നത് അവിടുത്തെ ഒരു വെഹിക്കിളിൻ്റെ വിഡ്ത്ത് വെച്ച്, അതുവഴി കടന്നു പോകുന്ന വെഹിക്കിളിൻ്റെ വിഡ്ത്ത് കൂടെ പരിഗണിച്ചിട്ടുണ്ടാണ്. അപ്പോൾ IRC ആണ് അതിന് വേണ്ടിയിട്ട് ഒരു വെഹിക്കിളിൻ്റെ വിഡ്ത്തിന് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ IRC കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് വാല്യൂവിൽ ഒരു വെഹിക്കിളിന് നമ്മൾ കൊടുക്കുന്ന വിഡ്ത്ത് 2.44 മീറ്ററാണ്. അതുപോലെ ആ വെഹിക്കിളിന് സൈഡ് ക്ലിയറൻസും കൊടുക്കും. ഇത് ഇത്രയും കൊടുത്തുകൊണ്ടാണ് നമ്മളൊരു റോഡിൻ്റെ വിഡ്ത്ത് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു വെഹിക്കിളാണെന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ വെഹിക്കിളിന് നമ്മൾ കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 2.44 മീറ്ററാണ്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന സൈഡ് ക്ലിയറൻസ് എന്ന് പറയുന്നത് 680 mm ആണ്. അത് രണ്ട് സൈഡിലും സൈഡ് ക്ലിയറൻസ് കൊടുക്കും, 680 mm വെച്ച് രണ്ട് സൈഡിലും കൊടുക്കും. അപ്പോൾ ഇത് mm ഇത് മീറ്ററുമാണ്. ഇതിൻ്റെ അപ്പോൾ ടോട്ടൽ വിഡ്ത്ത് എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു സിംഗിൾ ലൈൻ റോഡിൽ ഇത്രയുമായിരിക്കും അതിൻ്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് എല്ലാം കൂടെ 2.44 മീറ്ററും ഇത് 0.680 മീറ്റർ, 0.680 മീറ്റർ, ടോട്ടൽ 3.8 മീറ്റർ ആയിരിക്കും ഒരു സിംഗിൾ ലൈൻ റോഡിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു ഡബിൾ ലൈനാണ് എടുക്കണമെങ്കിൽ ഇവിടെ നമ്മൾ സിംഗിൾ ലൈന് 3.8 മീറ്റർ കൊടുത്തു. എന്നാൽ ഡബിൾ ലൈനാണ് വരണമെങ്കിൽ ഈ സിംഗിൾ ലൈനിൻ്റെ 3.8 മീറ്ററിന് പകരം 3.5 മീറ്റർ എടുത്താലും മതി. അതായത് ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 7 മീറ്റർ ആയിരിക്കും. അവിടെ നമ്മളിതുപോലെ രണ്ട് വെഹിക്കിൾ കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ വെഹിക്കിളിൻ്റെ വിഡ്ത്തിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, 2.44 മീറ്ററാണ്. ഇവിടെ 2.44 മീറ്റർ തന്നെയായിരിക്കും. എന്നാൽ സൈഡ് ക്ലിയറൻസ് കുറച്ച് കുറയ്ക്കും. സൈഡ് ക്ലിയറൻസിന് 530 mm ഇവിടെയും അതേപോലെ 530 mm ആയിരിക്കും കൊടുക്കുന്നത്. ഇവിടെ 530 കൂടി 1060 mm ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 7 മീറ്റർ വിഡ്ത്ത് എന്ന് വരും. ഇത് 2 ലൈനിൻ്റെ വിഡ്ത്താണ്. ഇനി ഇതുപോലെ നമ്മൾ ഇതിൽ റോഡിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാനുള്ള വേറൊരു സാധനമാണ് റോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. റോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ ഒരു റോഡിലൂടെ കടന്നു പോകുന്ന വെഹിക്കിൾസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ റോഡ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ഇതെന്ന് പറയുന്നത് അൺറീസണബിൾ ഡിലേ ഉണ്ടാവാതെ, അതായത് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ വഴി ട്രാഫിക്കൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഒരു മണിക്കൂറിൽ എത്ര വെഹിക്കിൾ അതുവഴി കടന്നു പോകുന്നു എന്ന് അതാണ് അതിൻ്റെ റോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ PCU എന്നാണ് അതിനെ വിളിക്കുന്നത്. അതെന്ന് പറയുന്നത് പാസഞ്ചർ കാർ യൂണിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന് PCU എന്ന് വിളിക്കും. ഹൈവേയുടെ ജോമെട്രിക് ഡിസൈനിൽ അടുത്തതാണ് കർബ്സ് എന്ന് വിളിക്കുന്നത്. കെർബ് എന്ന് പറയുന്നത് നമ്മളൊരു റോഡ് എടുത്തു കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു ലാറ്ററൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ചെറിയൊരു ഹൈറ്റിൽ നിർമ്മിക്കുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ കെർബുകളെന്ന് വിളിക്കുന്നത്. ഈ കെർബ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഇത്
ലാറ്ററലായിട്ടുള്ള ഇപ്പോൾ ബേസുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം വളരെ ഗ്രാനുലറായിട്ടുള്ള മെറ്റീരിയലുകൾ കൊണ്ടാണെങ്കിൽ ഇതിന് സൈഡിലോട്ട് ഒരു സ്റ്റെബിലിറ്റി, അതായത് ലാറ്ററൽ സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് കെർബുകളാണ്. കെർബുകൾ വെച്ച് ഇതിന് ഒരു ലാറ്ററൽ സ്റ്റെബിലിറ്റി കിട്ടും. അതുപോലെ നമ്മൾ ഡ്രെയിനേജ് എന്ന് പറയുന്നത് വെർട്ടിക്കലായിട്ടുള്ള ഡ്രെയിനേജ്, ഇങ്ങനെ നേരെ മഴവെള്ളം ഒഴുകിപ്പോവാനും ഈ കെർബുകൾ സഹായിക്കുന്നുണ്ട്. കെർബുകളെ പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ക്ലാസ് 1 കെർബ് ഉണ്ട്, ക്ലാസ് 2 ഉണ്ട്, ക്ലാസ് 3 ഉണ്ട്. ഇങ്ങനെ 3 തരത്തിലുള്ള കെർബുകളുണ്ട്. അപ്പോൾ ഇതിനെ ഈ ക്ലാസ്സുകളായിട്ട് തിരിച്ചിരിക്കുന്നത് ഈ കെർബിൻ്റെ ഹൈറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് 1 നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ കെർബിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 70 മുതൽ 80 mm വരെ ആയിരിക്കും. ആണ് യൂണിറ്റ്. 70 മുതൽ 80 mm വരെയുള്ള ഹൈറ്റ് ആയിരിക്കും ഇവിടെ കെർബുകൾക്ക് ഉണ്ടാകുന്നത്. ഈ കെർബുകളുടെ പ്രത്യേകത വളരെ ഹൈറ്റ് കുറവാണ്. അപ്പോൾ വെഹിക്കിൾസിന് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മണ്ടയിലോട്ട് കയറാൻ കഴിയും. അപ്പോൾ ക്ലൈംബ് കെർബ് ഈസിലി, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കെർബിനകത്തോട്ട് കയറാൻ കഴിയും. വളരെ എമർജൻസി കണ്ടീഷനുകൾ വരുമ്പോഴത്തേക്ക് ഡ്രൈവേഴ്സിന് ഈ ഇങ്ങോട്ടുള്ള ഷോൾഡർ ഏരിയകളിലോട്ട് എളുപ്പം വണ്ടി കയറ്റാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് കെർബുകളാണ് ക്ലാസ് 1 എന്ന് പറയുന്നത്. ക്ലാസ് 2 കെർബ്സുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് പാർക്കിംഗ് കെർബുകൾ എന്നല്ലെങ്കിൽ ലോ സ്പീഡ് ബാരിയർ എന്നൊക്കെ പേരുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 150 മുതൽ 200 mm വരെ ഹൈറ്റ് ഈ കെർബുകൾക്കുണ്ട്. ഇതും ചില അക്യൂട്ട് എമർജൻസി കണ്ടീഷനുകളിൽ ഡ്രൈവേഴ്സിന് ഈ കെർബിനകത്തൂടെയും വണ്ടി കയറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കെർബുകളെയാണ് ക്ലാസ് 2 ടൈപ്പ് കെർബുകൾ എന്ന് പറയുന്നത്. അടുത്തത് ക്ലാസ് 3 ടൈപ്പ് കെർബ്. ക്ലാസ് 3 ടൈപ്പ് കെർബുകൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 230 മുതൽ 450 mm വരെ ആയിരിക്കും ഈ ക്ലാസ് 3 ടൈപ്പ് കെർബുകളിൽ വരുന്നത്. ഇത് വളരെ ഹൈറ്റ് കൂടിയ കെർബുകളാണ്. അപ്പോൾ ഇതിനകത്തോടുകൂടി വെഹിക്കിൾസിനെ പെട്ടെന്ന് ഇടിച്ച് കയറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കെർബുകൾ കൊടുക്കുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ലൊക്കേഷനുകളിലാണ് ഇങ്ങനെയുള്ള കെർബ് കൊടുക്കുന്നത്. അതായത് പാലം, അതുപോലെ മലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള കെർബുകൾ കൊടുക്കും. അപ്പോൾ പാലത്തിൻ്റെ ഒന്നും കൈവരിയിലോട്ടൊന്നും ഇടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും വലിയ കെർബുകളൊക്കെ ആയിരിക്കും പാലത്തിൽ കൊടുക്കുന്നത്. അതുപോലെ ഹില്ലുകളിലും എല്ലാം ഈ ടൈപ്പ് വളരെ ഹൈറ്റ് കൂടിയ കെർബ്സ് ആയിരിക്കും കൊടുക്കുന്നത്.